നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. IPL എല്ലാ ടീമുകളും 3 റൗണ്ട് മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞല്ലോ. ഇന്നലെ എമ്മാതിരി അടിയാണ് ആ കുഞ്ഞി പയ്യൻ വമ്പന്മാരെ എടുത്തിട്ട് അലക്കിയത്. RCBയുടെ ഈ സീസണിലെ ആദ്യത്തെ പരാജയമാണ്. വൈഭവ് സൂര്യവംശിയുടെ കൈകൊണ്ടാണ് അവർ തീർന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഒടുവിൽ 6 വിക്കറ്റിൻ്റെ മികച്ച വിജയം രാജസ്ഥാൻ റോയൽസ് ഗുവാഹട്ടിയിൽ നേടിയിരിക്കുന്നു. ഗുവാഹട്ടിയിൽ അവർ കളിച്ച കളിയൊക്കെ ജയിച്ചിരിക്കുകയാണ്. CSKയെ അവർ ആദ്യ മത്സരത്തിൽ പരാജയപ്പെടുത്തുന്നു, GTയെ രണ്ടാമത്തെ മത്സരത്തിൽ പരാജയപ്പെടുത്തുന്നു, MIയെ മൂന്നാമത്തെ മത്സരത്തിൽ പരാജയപ്പെടുത്തുന്നു, RCBയെ നാലാമത്തെ മത്സരത്തിൽ പരാജയപ്പെടുത്തുന്നു. വമ്പന്മാർക്ക് ഇട്ടൊക്കെ പണി കൊടുത്തു. നോക്കുക, ധ്രുവ് ജുറലിനെ ഇതിൻ്റെ കൂടെ പറഞ്ഞു പോകണേ. വൈഭവ് സൂര്യവംശി മാത്രമല്ല, ധ്രുവ് ജുറൽ ഗുജറാത്തിനെതിരെ 42 പന്തിൽ നിന്ന് 75 റൺസായിരുന്നു. ബംഗളൂരുവിനെതിരെ ഇന്നലെ 43 പന്തിൽ നിന്ന് 81 നോട്ട് ഔട്ടാണ്. അങ്ങനെ കളിച്ച 4 കളികൾ വിജയിച്ച് 8 പോയിൻറ്റോടെ ഒന്നാം സ്ഥാനത്ത് വിരാജിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ്. ഇനി രാജസ്ഥാൻ്റെ കളിയിലെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ അതൊരു സൂര്യവംശി മാത്രമല്ല. നാന്ദ്രെ ബർഗറായിരുന്നു ആദ്യ കളിയിലെ പ്ലെയർ ഓഫ് ദി മാച്ച്. രവി ബിഷ്ണോയി ആയിരുന്നു രണ്ടാമത്തെ കളിയിലെ പ്ലെയർ ഓഫ് ദി മാച്ച്. യശസ്വി ജയ്സ്വാൾ ആയിരുന്നു മൂന്നാമത്തെ കളിയിലെ പ്ലെയർ ഓഫ് ദി മാച്ച്. നാലാമത്തെ കളിയിൽ വൈഭവ് സൂര്യവംശിയും സ്വന്തമാക്കി. ചുരുക്കത്തിൽ എല്ലാവരും പൊളിച്ചെടുക്കുകയാണെന്നേ. ഇപ്പോൾ വൈഭവ് സൂര്യവംശി 200 റൺസുമായിട്ട് IPL മോസ്റ്റ് റൺസ് ഓറഞ്ച് ക്യാപ്പായിട്ട് നിൽക്കുന്നു. യശസ്വി ജയ്സ്വാളിന് 183 റൺസ്, ധ്രുവ് ജുറലിന് 176 റൺസ് എന്ന് പറഞ്ഞാൽ RRൻ്റെ ടോപ്പ് 3 IPL പൊളിച്ചെടുക്കുന്നു. അതിൻ്റെ റിസൾട്ടാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കുഞ്ഞിച്ചക്കൻ്റെ ഇന്നിങ്സ് എന്ന് പറഞ്ഞാൽ അവന് 75 പന്തിൽ നിന്നാണ് ഈ IPL 200 റൺസ് അടിച്ചിരിക്കുന്നത്. 18 ഫോറുകളും 18 സിക്സറുകളും. 18 ഫോർ 18 സിക്സ്, 150 റൺസ് അങ്ങനെ തന്നെ വന്നു കഴിഞ്ഞു എന്നർത്ഥം. സോ അവനെ തടയാൻ ആർക്ക് കഴിയും എന്നുള്ളതാണ് ചോദ്യം. സൂര്യവംശിയുടെ IPL 2026 പറഞ്ഞ ഭുവനേശ്വർ കുമാറിനെതിരെ 9 ബോളുകൾ ഫേസ് ചെയ്ത് അവൻ 24 റൺസാണ് അടിച്ചത്, 3 ഫോറും 2 സിക്സും. ഹേസൽവുഡിനെതിരെ 4 പന്തുകൾ ഫേസ് ചെയ്ത് അവൻ 18 റൺസാണ് അടിച്ചത്, 3 ഫോറും 1 സിക്സും. ബൂംറയ്ക്കെതിരെ 5 പന്തുകൾ ഫേസ് ചെയ്ത് 13 റൺസ് അടിച്ചത്, 2 സിക്സറുകൾ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഹീസ് എ ജനറേഷണൽ ടാലൻറ്റ്. അപ്പോൾ ഈ കളിയുടെ കാര്യത്തിലേക്ക് വന്നാൽ ആദ്യം ബാറ്റ് ചെയ്ത റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു നിശ്ചിത 20 ഓവറിൽ 8 വിക്കറ്റിന് 201 റൺസാണല്ലോ അടിച്ചത്. വൈഭവിൻ്റെ മികവിലും ധ്രുവ് ജുറലിൻ്റെ വൈദഗ്ധ്യത്തിലും മിന്നിക്കത്തി കളിച്ച രാജസ്ഥാൻ റോയൽസ് 2 ഓവറുകൾ ശേഷിക്കെ വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു. പിന്നെ വൈഭവിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ 15 പന്തിൽ നിന്നാണ് അവൻ്റെ അർദ്ധ സെഞ്ചുറി വന്നിരിക്കുന്നത്. ഒരു 6 ഫെസ്റ്റാണ് ഗുവാഹട്ടിയിൽ നടന്നത് എന്ന് പറയണം. RCB 7 സിക്സറുകളാണ് അവരുടെ 20 ഓവറുകളിൽ അടിച്ചിട്ടുണ്ടായിരുന്നത്. അതേസമയം സൂര്യവംശി മാത്രമായിട്ട് 7 സിക്സറുകൾ അടിച്ചു എന്നുള്ള കാര്യം കൂടി നോക്കണം. അപ്പോൾ അതാണ് ഈ കളിയിലൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ബൂംറയെയാണ് മുംബൈക്കെതിരെയുള്ള മത്സരത്തിൽ ആദ്യ പന്തിൽ സിക്സറിന് പൊട്ടിച്ചതെങ്കിൽ ഈ കളിയിൽ ജോഷ് ഹേസൽവുഡ് എറിഞ്ഞ തനിക്കെതിരെയുള്ള ആദ്യ പന്തിൽ 4ആണ് വൈഭവ് അടിക്കുന്നത്. അടുത്ത 2 പന്തുകൾ കൂടി 4, പിന്നെ അടുത്തായിട്ട് സിക്സറും അടിക്കുന്നു. 26 പന്തിൽ നിന്ന് 78 റൺസാണ്. ഒടുവിൽ കൃണാൽ പാണ്ഡ്യയുടെ പന്തിലാണ് അവൻ പുറത്താകുന്നത്. സൂര്യവംശിയുടെ ഈ കിടിലൻ ഇന്നിങ്സിനൊപ്പം തന്നെ മനോഹരമായ സ്ട്രോക്ക് പ്ലേയുമായിട്ട് ധ്രുവ് ജുറൽ ഒപ്പം പിടിച്ചിരുന്നു എന്ന കാര്യം കൂടി നോക്കണം. RCBയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ ഒരു ഡിഫെൻഡിങ് ബൗളിങ്ങിൽ അവരാരംഭിച്ചത് ജോഷ് ഹേസൽവുഡ് വിക്കറ്റ് എടുത്തുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ സെക്കൻഡ് ഓവറിൽ യശസ്വി ജയ്സ്വാളിനെ അദ്ദേഹം മടക്കി വിട്ടു. 2 സിക്സറുകൾ ഷോർട്ട് ബോളിൽ അദ്ദേഹം കൺസീഡ് ചെയ്തിരുന്നു. പക്ഷേ പിന്നാലെ മടക്കി വിട്ടു. ഒരു ക്രോസ് സീം പന്തെറിഞ്ഞുകൊണ്ട് എഡ്ജ് ചെയ്ത് അദ്ദേഹം പുറത്താവുകയായിരുന്നു. പക്ഷേ അതിനുശേഷം സൂര്യവംശി കാര്യങ്ങൾ സ്വയം ഏറ്റെടുക്കുകയും അടുത്ത ഓവറിൽ ഇതേ ജോഷ് ഹേസൽവുഡിന് അടിയങ്ങ് കൊടുത്ത് 3 ഫോറും 1 സിക്സറും ആ ഒറ്റ ഓവറിൽ തന്നെ അടിച്ചെടുത്തു. അവിടെ മൈറ്റി ഓസീസിൻ്റെ മൈറ്റി ബൗളർ ഒരു കുഞ്ഞി ചെക്കന് മുന്നിൽ ഒന്നും വല്ലാതായി പോകുന്ന വല്ലാത്തൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇനി നോക്കുക, ഹേസൽവുഡിന് പിന്നാലെ ഭുവനേശ്വർ കുമാറിനും പണി കൊടുത്തിട്ടുണ്ടായിരുന്നു. തുടക്കത്തിൽ ഭുവനേശ്വർ ഒരു ഇൻസിംഗിങ് യോർക്കർ എറിഞ്ഞുകൊണ്ട് അവനെ വീഴ്ത്താൻ നോക്കിയതാണ്. അവനത് സ്ട്രൈക്കിലേക്ക് ബൗണ്ടറി അടിച്ചുകൊണ്ടാണ് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് ബാക്ക് ടു ബാക്ക് ഫോറുകൾ അതിനുശേഷം അവൻ നേടുന്ന കാഴ്ച
ഫിഫ്ത്ത് ഓവറിൽ സൂര്യവംശി ഭുവനേശ്വറിനെതിരെ ബാക്ക് ടു ബാക്ക് സിക്സറുകൾ അടിച്ചുകൊണ്ട് തൻ്റെ അർദ്ധ സെഞ്ചുറിയിലേക്ക് പോകുന്നതും നമ്മൾ കണ്ടു. ഏതായാലും ജുറൽ എങ്ങനെ സൂര്യവംശിക്കൊപ്പം പിടിക്കുന്നുള്ളതാണ് ചോദ്യം. പിടിച്ചു. സാധാരണ ഇങ്ങനെ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഒരാൾ ഹിറ്റ് ചെയ്ത് പോകുമ്പോൾ മറുഭാഗത്തുള്ള ബാറ്റർക്ക് അതിനോടൊപ്പം ആ പേസിൽ പിടിക്കുന്നത് എളുപ്പമല്ല. എന്നാൽ അധികം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ധ്രുവ് ജുറലും അതേ പേസ് പിടിച്ചു. അഭിനന്ദൻ സിംഗിനെതിരെ പണി കൊടുത്തു. 4-6-4 ഡോട്ട് ബോൾ 6-4 ആ രൂപത്തിൽ അടിച്ചങ്ങ് പറത്തിയതോടുകൂടി അതൊരു എക്സ്ട്രാ ഓർഡിനറി പാസേജ് ഓഫ് പ്ലേ ആയിരുന്നു. പൂർണ്ണമായിട്ടും കളി രാജസ്ഥാൻ റോയൽസ് വരുതിലാക്കിയ സമയം. സോ 43 പന്തിൽ നിന്നാണ് അദ്ദേഹം അൺബീറ്റനായിട്ട് 81 റൺസ് അടിച്ചത്. ജുറൽ ഫിഫ്ത്ത് വിക്കറ്റ് സ്റ്റാൻഡിൽ രവീന്ദ്ര ജഡേജയ്ക്കൊപ്പം ടീമിനെ രക്ഷപ്പെടുത്തിയെടുത്ത കാര്യം കൂടി പറയണം. കാരണം വൈഭവ് പോയതിന് പിന്നാലെ അടുത്ത വിക്കറ്റ് കൂടി എടുത്തുകൊണ്ട് ഒന്ന് ഞെട്ടിച്ചിട്ടുണ്ടായിരുന്നു RCB രാജസ്ഥാൻ റോയൽസിന്. പക്ഷെ അവിടെ നിന്ന് രവീന്ദ്ര ജഡേജ മികച്ച രൂപത്തിൽ ധ്രുവ് ജുറലിനൊപ്പം നിന്നു എന്നുള്ളത് പറയണം. 68 റൺസിൻ്റെ ഫിഫ്ത്ത് വിക്കറ്റ് പാർട്ട്ണർഷിപ്പാണ് അവരുണ്ടാക്കിയത്. എന്തായാലും RR പിന്നെ ഒരു ഘട്ടത്തിൽ വളരെ ക്വയറ്റായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. എന്ന് പറയാൻ 4 ഓവറുകളിൽ ബൗണ്ടറിയേ വന്നിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ അവർക്ക് പ്രശ്നമില്ലാതായത് തുടക്കത്തിൽ ആവശ്യത്തിന് അടിച്ചു കൂട്ടിയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇപ്പം വൈഭവ് സൂര്യവംശിയുടെ ആ അടി കഴിയുമ്പോഴേക്കും കളി അവരുടെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബാക്കി അവർക്ക് പിന്നെ എത്ര സമയം വേണമെങ്കിലും എടുക്കാം. ഏതായാലും അതിനുശേഷം കാര്യങ്ങൾ അവർ പൂർണ്ണമായും വരുതിയിലാക്കുകയും മത്സരം വിജയിച്ച് കയറുകയും ചെയ്തു. RCBയുടെ ബാറ്റിങ്ങിൻ്റെ കാര്യമോ? RCBയുടെ ഇന്നിങ്സ് അത്ര മോശമൊന്നുമല്ലായിരുന്നു. ആദ്യ പന്തിൽ തന്നെ ഫിൽസാൾട്ടിനെ നഷ്ടപ്പെട്ടതിന് ശേഷം വളരെ മികച്ചൊരു പന്തിലൂടെയാണ് ഫിൽസാൾട്ടിനെ ജോഫ്രെ ആർച്ചർ പറഞ്ഞു വിടുന്നത്. അതിനുശേഷം കാര്യങ്ങൾ വിരാട് കോഹ്ലി ഏറ്റെടുക്കുന്നു. വിരാട് കോഹ്ലിയുടെ അർത്ഥത്തിൽ ഫോർട്ട് ഫയർ വിത്ത് ഫയർ എന്ന് പറയണം. അതേ രൂപത്തിൽ തന്നെ അദ്ദേഹം തിരിച്ചടിച്ചു. 3 ബൗണ്ടറികൾ അടുത്ത ഓവറിൽ കൊടുക്കുന്നു. ഒടുവിൽ ആർച്ചർ ദേവദത്ത് പടിക്കലിനെ റിമൂവ് ചെയ്തുകൊണ്ടാണ് അതിൽ നിന്ന് ഒരു പ്രതികരണം നടത്തിയത്. പക്ഷേ കോഹ്ലി അതൊന്നും ബാധിക്കുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹം സന്ദീപ് ശർമ്മയ്ക്കെതിരെ മികച്ച രൂപത്തിൽ കളിക്കുന്നു. 2 ഫോറുകൾ അദ്ദേഹം അടിച്ചു പറത്തുന്നു. എന്നാൽ പിന്നെ രവി ബിഷ്ണോയിയാണ് അദ്ദേഹത്തെ മടക്കി വിടുന്നത്. 73-4 എന്ന രൂപത്തിലേക്ക് ടീം വീഴുന്ന കാഴ്ചയും കണ്ടു. പക്ഷെ പട്ടിദാർ കാര്യങ്ങൾ ഏറ്റെടുത്ത് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. പട്ടിദാറിൻ്റെ പ്രകടനത്തോടൊപ്പം തന്നെ കൂടെ മറ്റ് ബാറ്റർമാർ കൂടി അവരുടേതായിട്ടുള്ള സംഭാവനകൾ കൊടുത്തപ്പോൾ 200 മുകളിലേക്കുള്ളൊരു സ്കോറിലേക്ക് 201 റൺസിലേക്ക് RCB എത്തുകയായിരുന്നു. RCB സംബന്ധിച്ചിടത്തോളം അവരുടെ 37ാമത്തെ 200+ സ്കോറാണ് IPL ചരിത്രത്തിൽ ഏറ്റവും അധികം 200+ സ്കോർ നേടിയത് റെക്കോർഡ് ഇപ്പോൾ CSKയിൽ നിന്ന് അവർ സ്വന്തമാക്കിയിരിക്കുകയാണ്. അപ്പം RCBയുടെ ബാറ്റിംഗ് നിരയിൽ ഒരു ഭാഗത്ത് രജത് പട്ടീദാർ 40 പന്തിൽ നിന്ന് 63 റൺസുമായിട്ട് മികച്ച പ്രകടനം നടത്തിയപ്പോൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് റൊമാരിയോ ഷെഫേർഡിൻ്റെ കാര്യം പറയണം. 11 പന്തുകളിൽ നിന്ന് 22 റൺസ്. വെങ്കിടേഷ് അയ്യരെ അവർ ഇമ്പാക്റ്റ് സബ്ബായിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. റണ്ണ് 200 കടത്തുക എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ്. അവസാന ഓവറിൽ 20 റൺസ് അടക്കം അദ്ദേഹം മികച്ച പ്രകടനം നടത്തിയപ്പോഴാണ് അവർ 200 മുകളിലേക്ക് പോയത്. പക്ഷേ അത് മതിയാവുമായിരുന്നില്ല വൈഭവ് സൂര്യവംശിക്കും ധ്രുവ് ജുറലിനും ഒന്ന് മുന്നിൽ എന്നുള്ളത് പിന്നീട് വ്യക്തമായി തെളിയുകയും ചെയ്തു. വളരെ പെട്ടെന്ന് നമ്മൾ സ്കോർ കാർഡ് നോക്കുകയാണെങ്കിൽ ഫിൽസാൾട്ട് ഗോൾഡൻ ഡെക്കായിട്ട് മടങ്ങി. വിരാട് കോഹ്ലി 16 പന്തിൽ നിന്ന് 32 റൺസ്, 7 ഫോറാണ് ആ ബാറ്റിൽ നിന്ന് വന്നത്. ദേവദത്ത് പടിക്കൽ 7 പന്തിൽ നിന്ന് 14 റൺസ്. അതേസമയം രജത് പട്ടീദാർ മികച്ച ബാറ്റിംഗ് നടത്തി. 40 പന്തുകൾ 4 ഫോറും 4 സിക്സും അടക്കം 63 റൺസ്. കൃണാൽ പാണ്ഡ്യ 1 റൺസുമായിട്ട് മടങ്ങുകയും ജിതേഷ് ശർമ്മ 5 റൺസുമായിട്ട് മടങ്ങുകയും ചെയ്തു. ടിം ഡേവിഡ് ആവട്ടെ 9 പന്തുകളിൽ നിന്ന് 13 റൺസാണ് അടിച്ചു. റൊമാരിയോ ഷെഫേർഡ് 11 പന്തുകളിൽ നിന്ന് 2 ഫോറും 1 സിക്സും അടക്കം 22 റൺസ് അടിച്ചു. വെങ്കിടേഷ് അയ്യർ 15 പന്തുകളിൽ നിന്ന് 1 ഫോറും 2 സിക്സും അടക്കം 29 റൺസും കുറിക്കുകയുണ്ടായി. അങ്ങനെയാണ് അവർ 201 എത്തിയത്. മറുപടി ബാറ്റിങ്ങിൽ തുടക്കം മുതൽ ആഞ്ഞടിച്ചു. അതിൻ്റെ റിസൾട്ടും കണ്ടു. യശസ്വി ജയ്സ്വാൾ 8 പന്തിൽ നിന്ന് 13 റൺസ്, 2 സിക്സർ അദ്ദേഹത്തിൻ്റെ വകയുണ്ടായിരുന്നു. സൂര്യവംശി ആവട്ടെ പറയണ്ടല്ലോ, 26 പന്തുകൾ 8 ഫോറും 7 സിക്സറും അടക്കം 28 റൺസാണ് അദ്ദേഹം അടിച്ചത്. അവൻ വീഴുമ്പോൾ അവരുടെ സ്കോർ ബോർഡിൽ 129 റൺസായി കഴിഞ്ഞിരുന്നു. 9ാമത്തെ ഓവറിൽ ഒരു പന്തേ അപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ കളി പൂർണ്ണമായിട്ടും അവരുടെ വരുതിയിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും എന്നർത്ഥം. ജസ്റ്റ് ഓവർ 6 ആയിട്ട് ആസ്കിങ് റൺ റേറ്റ് മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ജുറൽ
43 പന്തിൽ 8 ഫോറും 3 സിക്സും അടക്കം 81 റൺസുമായിട്ട് പുറത്താകാതെ നിന്നപ്പോൾ ഹെറ്റി ഗോൾഡൻ ഡെക്കായിട്ട് മടങ്ങി കൃണാൽ പാണ്ഡ്യയുടെ പന്തിൽ ഏസൽ വിട്ട് പിടിച്ച് പുറത്താവുകയായിരുന്നു. റിയാൻ പരാഗ് 5 പന്തിൽ നിന്ന് 3 റൺസുമായിട്ട് മടങ്ങി. അതേസമയം രവീന്ദ്ര ജഡേജ ജോജോറിനൊപ്പം നിന്നു. 25 പന്തിൽ നിന്ന് 24 റൺസ് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഏതായാലും RCBയെ സംബന്ധിച്ചിടത്തോളം ഒരു പരാജയം അവരൊടുവിൽ ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് വൈഭവ് സൂര്യവംശി കൊടുത്ത ഒരു പരാജയമാണ്. അതിൽ നിന്ന് അവർ റിക്കവറാകും. വരും മത്സരങ്ങളിൽ കൂടുതൽ മികവ് RCB പുലർത്തുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുമ്പോൾ മറുഭാഗത്ത് RRൻ്റെ ആരാധകർക്ക് തങ്ങൾക്ക് കിട്ടിയ വല്ലാത്തൊരു നിധിയായിട്ടാണ് അവർ വൈഭവിനെ കാണുന്നത്. വൈഭവിൻ്റെ ഈ വൈഭവം ഇതുപോലെ തുടരുകയാണെങ്കിൽ RR ഇത്തവണ ഫൈനൽ കളിക്കുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സ് എത്താം.